ഒരു ദിവസം ഞാൻ കസബ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ പോയപ്പോൾ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, ഒരു ഡോക്ടർ ഇവന് നല്ല പണി കൊടുത്തു, ഇവൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു, ഇവൻ ICUവിൽ കിടക്കുന്ന സമയത്ത് ആ പെണ്ണ് ടൂർ പോയിരിക്കുന്നു. പിന്നെ അവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കണ്ടത്. ഇതൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിലും ഉണ്ട് നല്ലതും ചീത്തതും. ചേച്ചി ഇതുപോലെ തന്നെ പല ഇൻ്റർവ്യൂസും കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ചേച്ചി ഒരു സ്ത്രീ വിരോധിയാണോ എന്നുള്ളത്. കാര്യം പല ഇൻ്റർവ്യൂസിലും സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ഇതുവരെ എന്നോടായിരുന്നു ഓരോരുത്തർ ചോദിച്ചോണ്ട്, നിങ്ങൾ സ്ത്രീ വിരോധിയാണോ എന്ന്. ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടായ. അല്ലെ, കൂടുതലും അങ്ങനെ പറയാറുണ്ട് പല ഇൻ്റർവ്യൂസിലും. സ്ത്രീകൾ ഒരു 100-ൽ 30% സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റില്ല, ഇതിലും കൂടുതൽ ആൺകുട്ടികളാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പറയാറുണ്ട്. അത് ലൈഫിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ പറയുന്നതാണ്. എനിക്ക് അമ്മ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. അവർ എന്താ പറയുക, രണ്ടും ഒരേപോലെ തന്നെ എന്നെ എങ്ങനെ കെയർ ചെയ്ത് കൊടുക്കും. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ സിസ്റ്റർ ഉണ്ടെങ്കിലും ഞാൻ അതിലും ചെറിയ കുട്ടിയാന്ന് വെച്ചാൽ, അപ്പം അങ്ങനെ എന്നെ കൊണ്ട് നടക്കുന്ന ആൾക്കാർ അതിൽ കൂടിയാണ് വളർന്നു വന്നത്. അപ്പം എനിക്ക് ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. ആരും കണ്ടു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ ഭയങ്കര അങ്ങനെ എനിക്ക് നല്ലോണം പണി കിട്ടിയിട്ടുണ്ട്. നല്ല പണി 8-8 16ൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. എന്നുവെച്ചാൽ ആണുങ്ങളുടെ അടുത്ത് പോയി ഏട്ടാ അത് അങ്ങനെയല്ല എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ചതിക്കില്ല. പക്ഷെ കൂടെ നിന്ന് കൂടെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം കഴിച്ച് ചതിക്കും. ഇവർ മാത്രമേ ഉള്ളൂ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്ന് കേട്ടിട്ടില്ല. ഇവരത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം ഇന്റർവ്യൂസിൽ പലപ്പോഴും പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാറില്ല. സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ ഇന്നതാണ് എന്നല്ലാതെ എന്താണ് എന്നുള്ള റീസൺ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്പെസിഫിക് എന്തെങ്കിലും റീസണിന്റെ ബേസിലാണ് ഒരുപാട് റീസൺസ്, പക്ഷെ എല്ലാം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇതില് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമ്മുടെ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗവും കൂടാണ്. നമുക്കതിപ്പോ പറയാൻ പറ്റില്ല. പറഞ്ഞ പക്ഷേ ഞങ്ങൾക്കും ചോദിച്ചത് പക്ഷെ എല്ലാം പറയുന്ന ഒരു ദിവസം വരും.